ഈഗിളിനെ ചൊറിഞ്ഞ എന്താ അവസ്ഥ എന്നുള്ളത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സ് അറിവില്ലായ്മയായിരിക്കാം. എന്താണെങ്കിൽ ഈഗിളിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് തൊപ്പിയെ ചൊറിഞ്ഞ പോലെ നിൽക്കുമോ? ഈഗിൾ കുറച്ചുകൂടി മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഈഗിളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി അത് തൊപ്പീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പവറായിരിക്കും ആ സാധനത്തിൽ. ഇപ്പൊ സായിപ്പിന്റെ അടുത്ത് പോയി ചൊറിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയ വരാതെ വിളിയായിരിക്കുന്നുണ്ടെങ്കിലും ഈഗിളിന്റെ റേഞ്ച് അതല്ല. ഈഗിളിന്റെ ഒരു ക്രെഡിബിലിറ്റി, ആ ക്രെഡിബിലിറ്റീന്റെ മുകളിൽ ബിൽഡ് ചെയ്തൊരു യൂണിവേഴ്സ് ഉണ്ട് ഈഗിൾ. അതിൽ കുറെ പരുന്ന കുട്ടികളും റാഞ്ചി അടിക്കും. ശ്രദ്ധിച്ചു, അവൻ നാളെ ഉണ്ടല്ലോ കഥകെ വന്ന് കൊട്ടു വീടിന്റെ മുന്നിലെ കേട്ടാ. അപ്പൊ ഇങ്ങനെ വായിൽ വണ്ടി വെച്ചോണ്ടിരിക്കണ നിന്റെ അല്ല നിന്റെ തന്ത കട്ടി, മനസ്സിലായോ? ഈ ഇടുന്ന കുണ്ണകളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നാളെ കഥകിന്റെ അവിടെ രാവിലെ വന്ന് കൊട്ടുമ്പോണ്ടല്ലോ അവനായിരിക്കും മുന്നിൽ വന്നിരിക്കണേ, മനസ്സിലായ? അവനായിരിക്കും നീ നിന്റെ തന്തയുടെ തന്തയും കളി കാണുന്നത്, മനസ്സിലായ? അപ്പൊ അവൻ വീട്ടിൽ കയറി വന്നിരിക്കും, കസേരയിലിരിക്കും. കണ്ട് നിന്നോടും പറയും ഇവിടെ ഇരിക്കാൻ പറയും, നിന്റെ തന്തയോടും പറയും അപ്പോൾ ഇരിക്കാൻ പറയും, മനസ്സിലായ? എന്നിട്ട് അവനെ പറയാനുള്ളതല്ല, മനസ്സിലായ? വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ, ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഇവന്റെ കൂടെ ഈകളുടെ കൂടെയുള്ള ഓരോ ഒരുത്തന്മാർക്കും ആരെ വിളിച്ചു പറഞ്ഞാലും ഒരുത്തന്റെ ഐഡി തപ്പാനോ അഡ്രസ് തപ്പാനോ ആരെ വിളിച്ചു ചോദിച്ചാലും കിട്ടും. അങ്ങനത്തെ ടീമാണ് വേണ്ടത്, മനസ്സിലാ? ആടെ പോയിട്ട് റൂമിൽ തരം കാണിക്കുമ്പോ കുറച്ച് ബുദ്ധി കാണണം, കുറച്ച് സൂക്ഷിക്കണമായിരുന്നു. ഈകളല്ലേ ഈ വീഡിയോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രെഡിബിലിറ്റി, അവന്റെ ഓഡിയൻസിന് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഭയങ്കര വലുതാ. അത് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഈഗിളുമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഇതൊന്നും കഴിയുമ്പോഴേ ഞാൻ പറയും, അവന്റെ ക്രെഡിബിലിറ്റി ഭയങ്കരമാണ് അവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അന്നേരം പിന്നെ അതിനകത്തിന് ആരെന്ത് കയറി കളിച്ചാലും അവന്മാരത് കിട്ടിക്കൊണ്ടേ പോവാറുള്ളൂ.